ഇന്ന് ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ചായക്കടി ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു ശർക്കര നമുക്ക് അലിയിച്ചെടുക്കാൻ വെക്കാം. പിന്നെ ഇതിലേക്ക് 3 നേന്ത്രപ്പഴമാണ് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും എളുപ്പം തപ്പി നടക്കുന്നവരാണല്ലോ, അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 5 6 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് പാല് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തോട് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നമ്മൾ ശർക്കര പാനി നമുക്ക് ആദ്യം ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളക് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ഏകദേശം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെക്കുന്നതിന് മുന്നേറ്റ് ഇതുപോലെ ഒരു അലൂമിനിയം പാത്രം എന്തെങ്കിലും വെച്ച് കൊടുക്കണേ. നമ്മൾ അടിവശം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മിൽമ നെയ്യ് പുരട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ മാവ് പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കുക, പകുതി നമുക്ക് അവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങൻ്റെ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ തന്നെ ഇട്ട് കൊടുക്കണേ. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം അത്രയും നല്ല അടിപൊളിയാണ്. ഇനി ഇതിൽ ബാക്കി വന്ന മാവ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് എല്ലാ വശത്തും ആകുന്നതൊന്ന് ശ്രദ്ധിക്കണേ. ഇതൊഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ. ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലും കുറച്ച് ഇതുപോലെ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകൾ വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കിതൊന്ന് മുകൾ വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം തണുന്നതിന് ശേഷം കട്ട് ചെയ്താൽ മതിയേ. ഞാൻ വീഡിയോന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.